ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി മാല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്റ്റാർ ബീഡ്സ്, ഗോൾഡൻ സ്ക്രൂ, വൈറ്റ് ഷുഗർ ബീഡ്സ്. എലാസ്റ്റിക്കിൽ നമുക്ക് സ്ക്രൂ കെട്ടിക്കൊടുക്കാം. എലാസ്റ്റിക് ഉള്ളിലൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. കെട്ടിടുമ്പോൾ നന്നായി മുറുക്കി കെട്ടണം, കാരണം അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതിനുശേഷം നമുക്ക് ബാലൻസ് എലാസ്റ്റിക് കട്ട് ചെയ്ത് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വൈറ്റ് ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കാം. കോർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പകുതി അല്ല, നമുക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, നമ്മളൊരു ഏത് ടൈപ്പ് മാലയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ഇതേപോലെ കോർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് ബീഡ്സ്, ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ വലുത് ബീഡ്സ്, വൈറ്റ് ബീഡ്സ് തന്നെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലവർ ബീഡ്സ് ഉണ്ടോ, ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു മോഡലിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേമാതിരിയായി ഞാൻ ഈ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഷുഗർ ബീഡ്സും സെൻറ്ററിലായിട്ട് ഫ്ലവർ ബീഡ്സും. അതിനുശേഷം നമുക്ക് സ്ക്രൂയുടെ മറ്റേ ഭാഗം കൂടെ ഇട്ടിട്ട് നന്നായി കെട്ടിക്കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന എലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കണ്ടോ, നമ്മുടെ അടിപൊളി മാല ഇവിടെ റെഡിയായില്ലേ. കുഞ്ഞു മക്കൾക്ക് വരെ എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.